ആകാശവാണി കോഴിക്കോട്. യുവവാണി. യുവവാണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് യുവവാണിയിൽ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസറും നിലവിൽ ട്രിവാൻഡ്രം റീജിയണൽ പാസ്പോർട്ട് ഓഫീസറുമായ ജീവ മറിയ ജോയുമായി തേജസ്വിനി നായർ നടത്തുന്ന അഭിമുഖമാണ്. സ്വാഗതം. താങ്ക് യു. കരിയർ പാത്തായിട്ട് ഇന്ത്യൻ സിവിൽ സർവീസസ് ആണ് തിരഞ്ഞെടുക്കുന്നത്, അതിലും ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്. എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, എന്തായിരുന്നു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ ഫോറിൻ സർവീസ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ചോയ്സ് ആയിരുന്നു. ഞാൻ UPSCക്ക് നൽകിയത്. ആദ്യത്തെ തവണ ഞാൻ ഫോറിൻ സർവീസ് ആണ് നൽകിയത്. പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു വീട്ടിൽ കുറച്ചും കൂടെ എന്ന സമയത്ത് അങ്ങനെ ഒരു ഫീലിങ്ങിലാണ് നാട്ടിൽ തന്നെ നിൽക്കാം, അങ്ങനെ നാട്ടിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ റാങ്ക് ആണ് അന്ന് ഡിറ്റർമിൻ ചെയ്തത് ഞാൻ ഏത് സർവീസിലോട്ട് വരുന്നു എന്നുള്ളത്. സിവിൽ സർവീസസ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സ്കൂളിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് അക്കാഡമിക് ആയിട്ടും നല്ല റെക്കോർഡ്സ് ഉണ്ട്, അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒക്കെ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അന്ന് ഒരു 6ലോ 7ലോ എൻ്റെ ഫാദറാണ് ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, നമുക്ക് IAS ആകാം, IPS ആകാം എന്നിങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു മെമ്മറി എനിക്ക് ഉണ്ട്. പിന്നെ സ്കൂളിൽ പ്രോഗ്രാംസിനൊക്കെ അതുപോലെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ വന്നപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റും അവർ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നതും അതൊക്കെ തീർച്ചയായിട്ടും ഫാസിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു 10th ഒക്കെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് പോയിട്ടുള്ളത്. 10th കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉള്ള പോലെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ എഞ്ചിനീയറിംഗ് ഡിസൈഡ് ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് ഞാൻ ട്രിവാൻഡ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് പഠിക്കുന്നത്. അവിടെ പോയി ഒരു 3rd ഇയർ ഒക്കെ ആയപ്പോൾ എനിക്ക് എന്തോ തോന്നി, ഈ എഞ്ചിനീയറിംഗ് അല്ല എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അങ്ങനെ എനിക്ക് ചേഞ്ച് ചെയ്യണം തോന്നി. അപ്പോൾ അവിടെ ഒരുപാട് സീനിയേഴ്സ് ഒക്കെ അന്ന് MBAക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിസിനസ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മാറ്റർ ആയിരുന്നു. എൻ്റെ ഫാദറിന് ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ ഞാൻ MBAക്ക് പോകുന്നു. അപ്പോൾ MBAക്ക് പ്രിപ്പയർ അവിടെ പഠിക്കുന്ന ഒരു സമയത്തും ഞാൻ കോർപ്പറേറ്റ് വേൾഡ് തന്നെയാണ് വിചാരിക്കുന്നത്. അന്ന് ഉള്ള സമയത്ത് നമ്മൾ എന്താ പറയുക, ഈ കോർപ്പറേറ്റ് വേൾഡിലുള്ള ഗ്ലാസ് സീലിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്യണം, വുമൺ CEO ആണ്, അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ വളരെ ക്ലിയർ ആയിട്ട് ഉണ്ടായിരുന്നത്. എനിക്ക് MBAക്ക് നമ്മളെല്ലാവരും പോകുന്നത് എന്താ, ഒരു നല്ല പ്ലേസ്മെന്റ് ഒക്കെ കിട്ടണം. എനിക്ക് പക്ഷേ പ്ലേസ്മെന്റിന്റെ സമയത്ത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഫോർ സം റീസൺ ഞാൻ എയിം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ എനിക്ക് പ്ലേസ്മെന്റ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ടുവേർഡ്സ് ദി എൻഡ് ആണ് ഞാൻ പ്ലേസ്ഡ് ആകുന്നത്. നല്ലൊരു കമ്പനിയായിരുന്നു, ബിസ്ലറി കമ്പനിയിലായിരുന്നു. പക്ഷെ ഞാൻ അന്ന് വിചാരിച്ചിരുന്ന ഒരു പേ പാക്കേജും കാര്യങ്ങളൊന്നും അല്ല, എന്നാലും വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനൊരു ആ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഒരു 2 weeks നാട്ടിൽ ഇങ്ങനെ വരുന്നു. ആ സമയത്താണ് 2013 സിവിൽ സർവീസ് റിസൾട്ട് വരുന്നത്. അതാണ് ശരിക്കും എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. കാരണം അന്ന് ആദ്യത്തെ 5 റാങ്കിൽ 3 റാങ്കുകൾ മലയാളികൾക്കായിരുന്നു. അപ്പോൾ അന്ന് അവരെ പറ്റിയൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി അവരൊക്കെ എന്നെ പോലെയാണ്, അവരിതിനെ പറ്റി പഠിച്ചു, ആഗ്രഹിച്ചു, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, 3-4 അറ്റംപ്റ്റ് ഇതിനു വേണ്ടി ഡിവോട്ട് ചെയ്തു. അല്ലാണ്ട് എന്നിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളൊന്നും എനിക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി തോന്നിയില്ല. അപ്പോൾ അതാണ് ശരിക്കും വീണ്ടും ഒരു സ്പാർക്ക് നൽകുന്നത്. പിന്നെ എനിക്ക് തോന്നി, ഞാൻ ഈ പറഞ്ഞതിൽ എൻ്റെ ഫാദറിന് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നി എല്ലാം കൂടെ തന്നെ മാനേജ് ചെയ്യുന്നു, ഞാനും കൂടെ നാട്ടിലുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ആഫ്റ്റർ ഓൾ നമ്മൾ പഠിക്കുന്നതും ഒക്കെ നമുക്ക് തന്നെ ഉപകാരപ്പെടണമല്ലോ എന്നുള്ളൊരു കാര്യം. അങ്ങനെയാണ് ശരിക്കും അന്ന് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി ട്രിവാൻഡ്രത്ത് ഉണ്ട്. അപ്പോൾ വീടിന് വളരെ അടുത്താണ്. എനിക്ക് ഡൽഹിയിലൊന്നും പഠിക്കാൻ പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ നാട്ടിൽ തന്നെ അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉള്ളത് കൊണ്ട് പഠിച്ചു നോക്കാം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞാനൊരു പ്രിലിംസ് ബാച്ചിലൊക്കെ കയറി പഠിച്ചൊക്കെ തുടങ്ങി. ചില ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും, ചിലത് അറ്റൻഡ് ചെയ്യില്ല. പത്രമൊക്കെ വീണ്ടും ഒരുപാട് നാൾക്ക് ശേഷമാണ് വായിച്ച് തുടങ്ങുന്നത് തന്നെ. NCERT ബുക്സ് വായിക്കുന്നു, മറ്റ് ബുക്സ് ഒക്കെ വായിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കുറേ നാൾ ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആ പ്രോസസ്സിൽ കൂടെ ജസ്റ്റ് പോവുകയായിരുന്നു. ശരിക്കും പ്രിലിംസ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്ത് ഒരു റിയലൈസേഷൻ ഹിറ്റ് ചെയ്യുന്നവളാണ് എനിക്ക് തോന്നിയത്, ഇരുന്ന് പഠിക്കണം. ഒരു പ്രിലിംസ് നമ്മൾ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്താലല്ലേ നമുക്കിതിന് പറ്റുമോ എന്നുള്ളതും ഒക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ അതിനെ ജസ്റ്റ് സിമ്പിളായിട്ട് പോയി എഴുതി എൻ്റെ മനസ്സിൽ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഞാൻ ഇത്തവണ പഠിക്കാത്തതാണ്. ദെൻ അഗെയിൻ യു ആർ ലൂസിങ് 1 year. അങ്ങനെ ഞാൻ കുത്തിയിരുന്ന് എന്താ പറയുക, കുറേയും കൂടെ സീരിയസ് ആയിട്ട് പഠിച്ചു. മെയിൻസിൻ്റെ ഇതിനൊക്കെ ഇവിടെ അങ്ങനെയൊക്കെ പഠിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ട്രൂലി ഇത് എൻ്റെ ഒരു ആഗ്രഹമായി മാറിയത്. തുടങ്ങിയത് കുറേയൊക്കെ ആ ഒരു കുട്ടിക്കാലത്തെ ഒരു ഇത് പറഞ്ഞതും പേരൻസിൻ്റെ മോട്ടിവേഷനും ഒക്കെ തന്നെയായിരുന്നു ആ തുടക്കത്തിലുള്ള ഇത് എന്ന് പറയാം. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ അത്
എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു സ്വപ്നമായി. കാരണം എനിക്ക് ഫീൽ ചെയ്തു കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ സർവീസിൽ കയറുവാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റും, എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ കുറേയും കൂടെ ഒരു ഡ്രൈവ് ആയി. അങ്ങനെ കാരണം ഞാൻ 2 അറ്റംപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 3 years ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. നമ്മൾ എഞ്ചിനീയറിംഗ് MBA ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു തരത്തിൽ നോക്കിയാൽ നമ്മുടെ കൂടെ അന്ന് പഠിക്കുന്നവരൊക്കെ ലൈഫിൽ ആ സമയത്ത് സെറ്റിൽഡ് ആവുന്നു. ഇറ്റ് വാസ് നോട്ട് ഈസി. ഒരുപാട് സാക്രിഫൈസും സാധനങ്ങളും ചെയ്ത് ഡേ ആഫ്റ്റർ ഡേ 10 hours കൂടുതൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അത് പ്രിപ്പയർ ചെയ്യുന്നത് മാത്രമല്ല, അത് ഇറ്റ് ഇസ് എ വെരി അൺസർട്ടൻ എക്സാം. അതാണ് ഇതിന്റെ ഒരു ഇത്. നമ്മൾ മറ്റേത് എക്സാമിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമ്മൾ അതിൽ മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട്സ് കിട്ടും. സിവിൽ സർവീസിൽ നമുക്ക് അങ്ങനെ ഒരു പ്രഡിക്ഷൻ പറ്റിയല്ല. ഇറ്റ് ഇസ് വെരി അൺസർട്ടൻ. എന്നെക്കാളും വളരെ മികച്ച ആൾക്കാർക്കൊക്കെ കിട്ടാണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അൺസർട്ടനിറ്റിയാണ് നമ്മളെ ഫേസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു തരത്തിൽ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സും ഒക്കെ ചേർന്ന് വന്നതുകൊണ്ടും ഭാഗ്യം ഒക്കെ ഉള്ളതും കൂടെ കൊണ്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പോസ്റ്റിങ്ങിന് മുമ്പ് നിങ്ങൾ ട്രെയിനിങ് പീരീഡ് ഉണ്ടല്ലോ, സെലക്ട് ആയി കഴിഞ്ഞ് ആ സമയത്തെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഞാൻ 2015 എക്സാം എഴുതി, 2016 റിസൾട്ട് വന്ന് 2016 ഗവൺമെന്റ് സർവീസിൽ ചേരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ കോഴ്സ്. അത് എല്ലാ സർവീസുകാർക്കും ഒരുമിച്ച് കോമൺ ആയിട്ട് ഒരു 3 months ഉണ്ട്. അത് മസൂറി ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി അവിടെ നടക്കും. അത് മെയിൻലി IASകാരുടെ അക്കാഡമിയാണ്. അപ്പോൾ അവിടെ അന്ന് ഞങ്ങളുടെ ബാച്ചിലെ ഓവർ 380 സിവിൽ സർവൻസ് അക്രോസ് ഡിഫറെന്റ് സർവീസസ് എല്ലാവരും കൂടെ ഒത്തുകൂടി. അതാണ് ഫസ്റ്റ് 3 months വരുന്നത്. അപ്പോൾ നമ്മൾ വളരെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റി പഠിക്കും. പിന്നെ ഒരുപാട് ഗസ്റ്റ് സ്പീക്കേഴ്സും പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പലപ്പോഴും നമുക്ക് തന്നെ നമ്മുടെ രാജ്യത്തെ പറ്റി, നമ്മുടെ ഡൈവേഴ്സിറ്റിയെ പറ്റിയും പലയിടത്തും ഉള്ള കാര്യങ്ങളെ പറ്റി, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഐ ഓപ്പണറാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഈ 3 months കഴിഞ്ഞിട്ട് ഓരോ സർവീസും അവരവരുടെ റെസ്പെക്റ്റീവ് അക്കാഡമീസിലോട്ട് പോകും. അപ്പോൾ ഫോറിൻ സർവീസിന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലാണ് ഉള്ളത്. ഇപ്പോൾ സുഷമ സ്വരാജിയുടെ പേരിലാണ് SSIFS. അപ്പോൾ ഡൽഹിയിൽ അതിന് ശേഷം അധികം ഗ്യാപ്പ് ഇല്ലാണ്ട് ഉടനെ തന്നെ അവിടെ ട്രെയിനിങ് ആരംഭിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് ഒരു 6-7 months ഒരു ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. കുറച്ചും കൂടെ ലോങ്ങർ ട്രെയിനിങ് പീരീഡ് ആയിരുന്നു എൻ്റെ സീനിയർ ആയിട്ടുള്ള ബാച്ചസിന്. അപ്പോൾ ആ ട്രെയിനിങ് പീരീഡ് കുറച്ചും കൂടെ ഷോർട്ടൻ ചെയ്ത് നമ്മളെ ഉടനെ ലാംഗ്വേജ് ട്രെയിനിങ്ങിന് വിടും. കാരണം ഫോറിൻ സർവീസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഒരു ഫോറിൻ ലാംഗ്വേജ് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. കൂടുതലും UN ലാംഗ്വേജസിനാണ് പ്രിഫറൻസ് വരുന്നത്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് സ്പാനിഷ് ആണ്. ഈ ട്രെയിനിങ്ങിന്റെ ഒരു ഫേസ് കഴിയുന്നു. ജസ്റ്റ് ഒരു ബ്രീഫ് ഒരു 2-3 months ഒക്കെ നമ്മൾ മിനിസ്ട്രിയിൽ നമുക്ക് ഡെസ്ക് അറ്റാച്ച്മെന്റ് എന്ന് പറയും. നമുക്ക് ജസ്റ്റ് ഒരു ഡിവിഷനിൽ വർക്ക് ചെയ്ത് കുറച്ച് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നു. പിന്നെ ഈ കോഴ്സസ് ഓരോരുത്തും യൂണിവേഴ്സിറ്റീസിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ലാംഗ്വേജിന്റെ കോഴ്സ് അനുസരിച്ച് നമ്മൾ ഓരോരോ രാജ്യത്തിലോട്ട് പോകും. ഞാൻ സ്പാനിഷ് ചൂസ് ചെയ്തുകൊണ്ട് എനിക്ക് അലോട്ട് ചെയ്ത് കിട്ടിയത് സ്പെയിൻ ആയിരുന്നു. അങ്ങനെ മാഡ്രിഡിലെ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ സ്പാനിഷ് പഠിക്കുന്നത്. സ്പെയിനിൽ ഫസ്റ്റ് പോസ്റ്റിംഗ് അവിടെ ആയിരുന്നു. അപ്പം എന്തായിരുന്നു പോസ്റ്റ്, എന്തായിരുന്നു റെസ്പോൺസിബിലിറ്റീസ്? അപ്പോൾ ആ രാജ്യത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. സ്പെയിനിലോട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് വെളിയിലോട്ട് പോകുന്നത്. വളരെ നമ്മൾ എന്താ പറയുക, ലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഫോറിൻ സർവീസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നത് ബാച്ച്മേറ്റ്സും ഒക്കെ ആയിട്ട് പോയതൊക്കെ വളരെ എനിക്ക് നല്ല മെമ്മറി ഉണ്ട്. എല്ലാവരും ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. കാരണം നമ്മൾ ഈ എക്സാമും ഒക്കെ പാസ്സായി കഴിയുമ്പോഴാണ് നമ്മൾ ഗവൺമെന്റ് സർവീസിൽ കൺഫേംഡ് ആകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പൊസിഷൻ 3rd സെക്രട്ടറി എന്നുള്ള പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സും ഉണ്ട്, യൂഷ്വലി ഹാഫ് ഡേ ക്ലാസ് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എംബസിയിൽ വർക്ക് ചെയ്ത് തുടങ്ങുകയും ചെയ്യും. എനിക്ക് അലോട്ട് ചെയ്തിരുന്ന പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് പ്രസ് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചർ ആയിരുന്നു. ക്ലാസ്സും എംബസിയിലെ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ സീനിയേഴ്സിന്റെ കൂടെ ചേർന്ന് മാക്സിമം വർക്ക് പഠിച്ച് അങ്ങനെ ഒരു 1 year പോയി. എക്സാം ഉണ്ട്, എക്സാം പാസ്സായാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അഗെയിൻ നമ്മൾ അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ട് തന്നെ ആ എക്സാമിന് വേണ്ടിയും പഠിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ എവിടേക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു വലിയൊരു ഭാഗ്യം ഉണ്ടായി സ്പെയിനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അഗെയിൻ ഞാൻ ഈ പ്രസ് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചർ പോർട്ട്ഫോളിയോ തന്നെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഈ കൺഫേംഡ് ആയി കഴിയുമ്പോൾ 2nd സെക്രട്ടറി എന്നുള്ള റാങ്കിലോട്ട് വന്നു. സ്പെയിനിൽ വളരെ നല്ല എക്സ്പീരിയൻസ് എന്ന് ഞാൻ ഓവറോൾ ഏകദേശം 4 വർഷം സ്പെൻഡ് ചെയ്തു. യൂറോപ്യൻ കൺട്രിയാണ്, വളരെ നല്ല എന്താ പറയുക, വളരെ വാം ആണ് അവിടുത്തെ ആൾക്കാർ. അവർക്ക് ഇന്ത്യ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പേർക്ക് കേരളത്തെ പറ്റിയൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ അവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ വളരെ ഹാപ്പി എക്സ്പീരിയൻസ് ആണ്. സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട്, ഒരുപാട് ആർട്ട് ആൻഡ് കൾച്ചർ അവർക്കുണ്ട്, നല്ല ഫുഡ് ഹാബിറ്റ്സ് ആണ് അവരുടേത്. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അവർ വളരെ സോഷ്യലായാണ് സ്പാനിഷ് സൊസൈറ്റി.
സൊസൈറ്റി. അപ്പോൾ നമുക്കിങ്ങനെ വെളിയിലൊക്കെ പോയി കൂടുതൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും, അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി വന്ന വേറൊരു വലിയ മാറ്റമാണ്, ഞാൻ അധികം നടക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. അവിടെ ഭയങ്കര ഒരു വാക്കിംഗ് കൾച്ചറുണ്ട്, അതിനുവേണ്ടി നല്ല ആ രീതിയിൽ ഡിസൈൻഡ് ആണ് അവിടെ റോഡ്സും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത് പിക്കപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ കുറേ പോസിറ്റീവായിട്ട് എനിക്കൊന്ന് പേഴ്സണലി നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും അങ്ങനെയൊക്കെയും ഇൻട്രസ്റ്റ് വരും. അതുപോലെ തന്നെ ഫാമിലീനെ എനിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി. എഗെയിൻ അവരുടെയും ആദ്യത്തെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പാണ്. പിന്നെ സ്പെയിനിൽ ഷെൻജൻ സോൺ ആയതുകൊണ്ട് നമുക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടും വേറെ വിസ ഇല്ലാണ്ടൊക്കെ യാത്ര ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നല്ലൊരു ഇന്ത്യൻ ഡയസ്പോറ സ്പെയിനിലുണ്ട്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യും. അപ്പോഴാണ് ശരിക്കും സർവീസിന്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇന്ത്യൻ ഫോറിൻ സർവീസിലായിരിക്കുന്ന സമയത്ത് നമ്മൾ വിദേശത്തായിരിക്കുമ്പോൾ വി റെപ്രസെന്റ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനും അങ്ങനെ രാജ്യത്തിന് വേണ്ടി ഓരോന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ ഒരു പ്രൗഡ് ഫീലിംഗ് ഭയങ്കരമായിട്ട് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കമ്മ്യൂണിറ്റി ആയിട്ട് ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെയിൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ഒരുപാട് സ്പാനിയേഴ്സ് ഒക്കെ ദീർഘനാളായിട്ട് ഇന്ത്യയുമായിട്ടും കേരളമൊക്കെ ആയിട്ട് ബന്ധമുള്ളവരൊക്കെ ഉണ്ട്. ആർട്ടിസ്റ്റുകളുണ്ടാവും, ചിലപ്പോൾ റൈറ്റേഴ്സ് ഒക്കെ ഉണ്ടാകും, ഈ മെഡിറ്റേഷൻ യോഗ അങ്ങനത്തെ ഇൻട്രസ്റ്റുകളുള്ളവരുണ്ടാകാം, കല്യാണം കഴിച്ച് ഇന്ത്യക്കാരെയൊക്കെ കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അവരുമായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു വേറെ ഏതൊരു കരിയർ പാത്തിലാണെങ്കിലും ഒരിക്കലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാവില്ല. ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ഉണ്ടോ ഈ സ്പെയിനിൽ വർക്ക് ചെയ്ത സമയത്ത്? 4 വർഷവും എല്ലാം വളരെ യുണീക്ക് ആയിട്ടുള്ള ന്യൂ എക്സ്പീരിയൻസസ് ആയിരുന്നു തീർച്ചയായിട്ടും. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊന്ന് എടുത്തു പറയുന്നത്, അതൊരു നല്ലൊരു എൻഡിങ് കിട്ടിയതൊന്നല്ല, പക്ഷെ അവിടെ ഒരു വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, കാർട്ടജേന എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്. പുള്ളിക്ക് ഇന്ത്യയോട് ഭയങ്കര ഇഷ്ടമായിട്ട് ഓൺ ഹിസ് ഓൺ ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് മ്യൂസിയോ ദ ല ഇന്ത്യൻ മ്യൂസിയം എന്ന് പറഞ്ഞ് സ്വന്തമായി പുള്ളി എന്നെ സ്ഥലം എടുത്ത് എന്നും അവിടെ പോയി ഡെഡിക്കേറ്റഡ് ആയിട്ട് പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. കാർട്ടജേനയും ഈ മെഡ്രിഡും തമ്മിൽ ദൂരമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ തിരക്കുകളിൽ എന്താ പറയാ നമ്മുടെ ആ സ്ഥലത്തും മാക്സിമം വേറൊരു സിറ്റിയിലും ഒക്കെ ആയിട്ട് നമ്മൾ പോകും. പുള്ളിക്ക് ഇങ്ങനെ പ്രായമൊക്കെ ആയതുകൊണ്ട് പുള്ളിക്ക് അത് ഇനി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് ആ ആർട്ടിഫാക്ട്സ് ഒക്കെ എംബസിക്ക് വല്ലതും നൽകി അതിനെ എങ്ങനെയും ക്യാരി ഫോർവേഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിനുള്ള അന്ന് ഒരു മെക്കാനിസവും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ആർക്കും കോണ്ടാക്ട് ഒന്നും ഇതുവരെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. എന്താണ് ഏതാണ് എന്നൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ കോവിഡിന്റെ ഒക്കെ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മറ്റ് റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ പോയ ഒരു സമയത്താണ് എന്നാൽ മറ്റ് സ്ഥലങ്ങളിലും മറ്റ് ഓരോരോ പ്രൊവിൻസസ് നമ്മുടെ സ്റ്റേറ്റ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാം. അങ്ങനെ ഞാൻ കാർട്ടജേനയിൽ പോയി ഞാൻ ഈ കഷ്ടപ്പെട്ട് ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് അവിടെ പോയപ്പോൾ അത് അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ എൻക്വയറി ചെയ്ത് നോക്കിയപ്പോൾ ഈ കോവിഡ് കാരണം കുറച്ച് നാൾ മുമ്പ് പുള്ളി മരിച്ചുപോയി എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു സങ്കടം വന്നു. കാരണം ഒരാള് ഓൺ ഹിസ് ഓൺ ഭയങ്കര താല്പര്യത്തോടെ ഇന്ത്യക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത്, ആ കാർട്ടജേന ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വേണ്ടി ആരും നമ്മളെന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക സഹായം ഒരു രീതിയിലുള്ള സഹായവും പ്രചോദനങ്ങളും ഒന്നും ഒരു ഒഫീഷ്യലായിട്ട് നമ്മൾ കൊടുക്കാണ്ട് അദ്ദേഹം അത് ചെയ്തു, കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ പുള്ളി ജീവനോടെ ഇരിക്കുമ്പോൾ എനിക്കൊന്ന് കാണാൻ വേണ്ടി പറ്റാത്തത് ഒരു വിഷമാണ്. അപ്പൊ അത് ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്ത ഒരു ഫാക്ടറാണ് സ്പെയിനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ആർട്ടിഫാക്ട്സ് എന്ത് ചെയ്തു? അത് ഫാമിലിയാണ് പിന്നെ ടേക്ക് ഓവർ ചെയ്തത്. നമ്മൾ അന്ന് കോണ്ടാക്ട്സും ഒക്കെ കൊടുത്തു വിട്ടു. ബട്ട് മേ ബി അവർക്കും വളരെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ അതിന് ശേഷം ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് അവർ റീച്ച് ഔട്ട് ചെയ്തിട്ടില്ല. തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ ഉണ്ടായിരുന്ന പോർട്ട്ഫോളിയോ എന്താണ്, അതിന്റെ എക്സ്പീരിയൻസസ് പറയാമോ? ഞാൻ ഡിസംബർ 2021 തിരിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ അണ്ടർ സെക്രട്ടറി എന്നുള്ള റാങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ജോയിൻ ചെയ്തു. ഞാൻ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ IOR ഡിവിഷനിലാണ് ജോയിൻ ചെയ്തത്. ശ്രീലങ്ക, മാൽദീവ്സ്, മൗറീഷ്യസ്, സീഷെൽസ്, മഡഗാസ്കർ ആൻഡ് കോമറോസ്, ഈ 6 രാജ്യങ്ങൾ നോക്കുന്ന ഒരു ഡിവിഷനാണ്. അതിൽ മൗറീഷ്യസ്, സീഷെൽസ്, മഡഗാസ്കർ ആൻഡ് കോമറോസ് ആയിരുന്നു ഞാൻ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നത്. നമ്മുടെ നെയ്ബർഹുഡ് ആയിട്ട് വരുന്നത് ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ് മാത്രമാണ്. നമ്മൾ മൗറീഷ്യസ്, സീഷെൽസിനൊക്കെ നമ്മൾ എക്സ്റ്റെൻഡഡ് നെയ്ബർഹുഡ്, നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലുള്ള നെയ്ബേഴ്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവരുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരുപാട് കൾച്ചറൽ കോണ്ടാക്ട്സ് ഉണ്ട്. ഇന്ത്യൻ ഒറിജിൻ ആൾക്കാർ ഇവിടെ ഒരുപാടുണ്ട്. നമ്മൾ അവിടുത്തെ ഡെവലപ്മെന്റ് പ്രോജക്ട്സിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ഔട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് പാസ്പോർട്ട് ഓഫീസറാണ്. സ്വന്തം നാട്ടുകാരുമായിട്ടാണ് ഡീലിങ്സ് എല്ലാം. പുറത്തു രാജ്യത്ത് ജോലി ചെയ്തു, പിന്നെ മിനിസ്ട്രി വന്ന് വർക്ക് ചെയ്തു. സ്വന്തം നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള അനുഭവം എന്താണ്? അതിൽ ഓർത്ത് ഇരിക്കാൻ പാകത്തിലുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതും പറയാം. ഞാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ തിരുവനന്തപുരമായിട്ട് വരുന്നത് വളരെ ഒരു വ്യക്തിപരമായിട്ടുള്ള റീസൺ കൊണ്ടാണ് വന്നത്. കുറേ നാളായിട്ട് എനിക്ക്
തോന്നുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു നാട്ടിൽ വന്ന് എപ്പോഴെങ്കിലും ഒന്ന് ജോലി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ എന്നുള്ള രീതിയിൽ ട്രിവാൻഡ്രത്ത് ജോയിൻ ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ് ഞാൻ, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ. അപ്പോൾ അത് തന്നെ ഒരു യൂണീക് ഫാക്റ്റാണ്. കാരണം ഞങ്ങളുടെ മിനിസ്ട്രീനെ പറ്റി, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ പറ്റി, ഇന്ത്യൻ ഫോറിൻ സർവീസിനെ പറ്റി ആ ഒരു ഓഫീസ് തന്നെ ഉള്ളപ്പോൾ നമ്മുടെ സർവീസിനും മിനിസ്ട്രിക്കും കിട്ടുന്ന ഒരു വിസിബിലിറ്റി ഒരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് പേർക്ക് സർവീസിനെ പറ്റി, മിനിസ്ട്രീനെ പറ്റിയൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് എൻ്റെ ഈ ഒരു പീരീഡിൽ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. വളരെ റെയർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് പബ്ലിക്കുമായിട്ട് ഇടപെടുകയും ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. പലപ്പോഴും ഞങ്ങളുടെ ഒരു നേച്ചർ ഓഫ് ജോബിൽ നമ്മൾ ബിഹൈൻഡ് ദ സ്ക്രീൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ വളരെ ഒഫീഷ്യലായിട്ട് ഒന്നെങ്കിൽ ബിസിനസ് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഉള്ളൂ. നമ്മളൊരു കോമൺ മാൻ ഡേ ടു ഡേ ആയിട്ട് നമ്മൾ അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു പബ്ലിക് ഡീലിംഗ് ഫേസ് വളരെ റെയർ ആണ്. അപ്പോൾ അത് ഒരു യങ് ഏജിൽ ചെയ്യാനായിട്ട് പറ്റുന്നു. ഒരു ഓഫീസ് ഞാൻ ഹെഡ് ചെയ്യുകയാണ് അഗെയിൻ അറ്റ് എ യങ് ഏജ്. അതൊക്കെ ഇനി ഓഫീസ് ഹെഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സീനിയർ ആകണം. അപ്പോൾ പബ്ലിക് ഡീലിങ്ങിന് അതിൻ്റേതായിട്ടുള്ള ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം നമ്മൾ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് മനുഷ്യരെ കാണുകയാണ്. നമ്മൾ അവിടെയൊക്കെ പലപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അതിന് സൊല്യൂഷൻ കൊടുക്കാനായിട്ട് നോക്കും, നമ്മൾ ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കും. പിന്നെ ഒരുപാട് എമർജൻസി സിറ്റുവേഷൻസ് കാണും. അങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മളൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സർവീസിൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്, ആ ഒരു കോൺട്രിബ്യൂഷൻ ഒരു വ്യക്തിയായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ലാർജർ ഇമ്പാക്ട് ഉണ്ട്. ബട്ട് അത് മറ്റ് സർവീസുകളിലെ പോലെ ഞാൻ ഇവരെ സഹായിച്ചു അവരെ സഹായിച്ചു അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഇമ്പാക്ട് കൊണ്ടുവന്നു എന്നുള്ളത് മറ്റ് റോൾസിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അത് ഒരു ഇമ്മെൻസ് സാറ്റിസ്ഫാക്ഷൻ തരുന്നു. ബട്ട് അറ്റ് ദ സെയിം ഒരുപാട് ചാലഞ്ചസും ഉണ്ട്. കാരണം എല്ലാ രീതിയിലുള്ള ആൾക്കാരുകളുണ്ട്, അവർക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. നമ്മൾ ഒരു ഗവൺമെന്റ് സെർവൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, നമുക്ക് ചട്ടക്കൂടുകളിൽ നിന്ന് മാത്രമേ കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചില സമയത്ത് എക്സ്പെക്ടേഷൻസ് ഭയങ്കര ഹൈ ആണ്, ആൾക്കാർ വളരെ ഡിമാൻഡിങ് ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചാലഞ്ചസും എല്ലാം ഉണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ നാട്ടിൽ നിൽക്കാനും നമ്മുടെ ഭാഷയൊക്കെ പറഞ്ഞ് ഗവൺമെന്റിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളത് വളരെ റിവാർഡിംഗ് ആണ്. എനിക്കങ്ങനെ എടുത്തു പറയാനായിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്റ്റൻസ് മനസ്സിൽ വരുന്നില്ല. പക്ഷെ പൊതുവേ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ സ്പോർട്സിനൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഈ പെട്ടെന്ന് പാസ്പോർട്ട് വേണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവർക്ക് ആദ്യമായിട്ടായിരിക്കും ഇത്. അപ്പോൾ മിക്കവാറും ലാസ്റ്റ് മിനിറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ അവരെ എൻകറേജ് ചെയ്യാനും അവർ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നതും അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതിലൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായിട്ടും കിട്ടാറുണ്ട്. പുതിയൊരു ഭാഷ പഠിച്ചു, ഈ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് സ്പാനിഷ് പഠിച്ചു. അപ്പം ഈ പ്രൊഫഷൻ നമുക്കൊരു പേഴ്സണൽ ഗ്രോത്തിനൊരു സ്പേസ് തരുന്നുണ്ടോ? അങ്ങനെ ആണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഹോബികളായി ചെയ്യുന്നത്? മറ്റ് ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ്? സ്പാനിഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ഭാഷ മാത്രമല്ല പഠിക്കുന്നത്, നമ്മൾ അവരുടെ ആ ഒരു കൾച്ചർ, അവരുടെ വേ ഓഫ് ലിവിങ്, നമ്മൾ ശരിക്കും പറഞ്ഞൊരു ഇമേഴ്സീവ് എക്സ്പീരിയൻസിനാണ് നമ്മളെ ആ രാജ്യത്തേക്ക് അയച്ചു വിടുന്നത്. കാരണം ഭാഷയിലുള്ള പല എലമെൻസും കാര്യങ്ങളും അവരുടെ ആ കൾച്ചർ, അവരുടെ വേ ഓഫ് ലൈഫ്, അവരുടെ ഹിസ്റ്ററി ഒക്കെ ആയിട്ട് ഒരുപാട് ഇന്റർലിങ്ക് ചെയ്ത് ഇരിക്കുന്നു. അപ്പോൾ ഹോബീസ് ഒന്ന് മെയിൻലി എനിക്ക് തോന്നുന്നു റീഡിങ് തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം നമ്മൾ പുതിയ കാര്യങ്ങളെ പറ്റി നോക്കാനും മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മളൊരു വേർഡ് കേൾക്കുള്ളൂ, നമ്മൾ അതിൽ ക്യൂരിയസ് ആയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റീഡിങ് ഹാബിറ്റ് ആ രീതിയിൽ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സർവീസിനും തീർച്ചയായിട്ടും ഗുണകരമാണ്. നമുക്കിനി മറ്റ് നമ്മൾ രാജ്യങ്ങളിൽ പോകുമ്പോൾ ലാംഗ്വേജ് അവിടെ പഠിക്കണമെന്ന് നിർബന്ധമല്ല, പക്ഷെ പലപ്പോഴും എല്ലാവരും കുറച്ച് ലാംഗ്വേജ് പഠിക്കും. കാരണം അങ്ങനെയാണെങ്കിലേ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ലാംഗ്വേജ് പറയുമ്പോൾ നമ്മൾ ആൾക്കാരുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കണക്ഷൻ ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും എൻ്റെ സീനിയേഴ്സ് ഒക്കെ ആണെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ കുറച്ച് ലാംഗ്വേജ് അവർ തീർച്ചയായിട്ടും പക്ഷെ നമുക്ക് ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും വരുന്നുണ്ട്. പിന്നെ മറ്റെല്ലാ സർവീസിലെയും പോലെ നമുക്ക് എന്തെങ്കിലും ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റഡി ലീവിൻ്റെ ഇതുമെല്ലാം വരുന്നുണ്ട്. നമ്മൾ എംബസികളിൽ അല്ലെങ്കിൽ കോൺസുലേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റ് രാജ്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന ഇവൻറ്റ്സിലോട്ടൊക്കെ ഇൻവിറ്റേഷൻ കിട്ടും. അത് ചിലപ്പോൾ ഒരു പെർഫോമിംഗ് ആർട്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക്, അങ്ങനത്തെ ഇത് അവരുടെ എക്സിബിഷൻസ് ആകാം. എഗെയിൻ അതും എന്താ പറയുക, ഇന്നവേയല്ലേ ഒരു ഹോബി പോലെ നമുക്ക് പുതിയ കാര്യങ്ങളെ പറ്റി വായിക്കാനും മനസ്സിലാക്കാനും. ഞാനിങ്ങനെ വലിയ ഓർക്കസ്ട്ര പെർഫോമൻസിനൊക്കെ പോയി, ഒപ്പേരയ്ക്ക് പോയി,
ഇതൊന്നും നമ്മളൊന്നും അല്ലാണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരുപാട് ആക്ടിവിറ്റീസ്, എക്സിബിഷൻസ്, ഫെയർസ്, ഫെസ്റ്റിവൽസ്, അത് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നവേ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും പോകാം. പിന്നെ നമ്മളൊരു വർക്ക് പെർസ്പെക്റ്റീവിലും പോകും. കാരണം നമുക്ക് നാളെ ഇന്ത്യക്ക് വേണ്ടി അങ്ങനെ ഒരു ഫെസ്റ്റിവലോ ഒരു ഇവന്റോ അവിടെ ഓർഗനൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്തൊക്കെയാണ് അവിടെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് നോക്കി പഠിക്കാം. അതുപോലെ തന്നെ നമ്മൾ എംബസിയിലായിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇന്ത്യൻ കൾച്ചറിനെ അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓതേഴ്സ്, റൈറ്റേഴ്സ്, അക്കാഡമീഷ്യൻസ്, ഇതുപോലത്തെ പെർഫോമിംഗ് ഗ്രൂപ്പ്സ് ഇവരെല്ലാം നമ്മൾ കൊണ്ടുവരും. അതുപോലെ തന്നെ സ്പാനിഷ് കൾച്ചറൽ എലമെന്റ്സിനെ നമ്മൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ നോക്കും. നമ്മൾ ജോയിന്റ് ആയിട്ടുള്ള വെഞ്ചേഴ്സ് മനസ്സിൽ വരുന്നത് കിഹോത്തെ കഥകളി എന്ന് പറഞ്ഞ് കഥകളി യൂസ് ചെയ്ത് ഡോൺ കിഹോത്തയുടെ ഒരു നോവൽ, അവിടെ മെയിൻ മിഗേൽ സെർവാന്തസിന്റെ കൺസിഡർഡ് ഫാദർ ഓഫ് സ്പാനിഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, അങ്ങനെ. അപ്പോൾ അത് കഥകളി കൂടെ ആ നോവലിന്റെ ഒരു ആവിഷ്കാരം ചെയ്യുന്നത്, കൊളാബറേറ്റീവ് പ്രോജക്ട്സും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ലേഷൻ വർക്ക്സ് ഒക്കെ ചെയ്യുന്നതും, ഈ സ്പോർട്സ് അവർ ഫ്രണ്ട്ലി മാച്ചസിനൊക്കെ വരാറൊക്കെയുണ്ട്. ഇനി ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ ഹസ്ബൻഡും സർവീസസ് തന്നെയാണ്. പേര് എബ്രഹാം റെൻ. ഇന്ത്യൻ റവന്യൂ സർവീസ് കസ്റ്റംസ് ഓഫീസറാണ്. റൈറ്റ് നൗ ഗവൺമെന്റ് ഓഫ് കേരളയിൽ ഡെപ്യൂട്ടേഷനിൽ വർക്ക് ചെയ്യുന്നു. സ്പെഷ്യൽ കമ്മീഷണർ GST ആൻഡ് ഡയറക്ടർ ലോട്ടറീസ്. അല്ലാണ്ട് എനിക്ക് കുടുംബത്തിലെ ഫാദർ, മദർ ആൻഡ് സിസ്റ്റർ ആണ് ഉള്ളത്. ഫാദർ സെന്റ് ജോസഫ് സ്കൂളിലെ ടീച്ചർ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ബിസിനസ് ഉണ്ട്, ഒരു പബ്ലിക്കേഷൻസ് ബിസിനസ് ആണ്, ന്യൂ ജ്യോതി പബ്ലിക്കേഷൻസ്, ഓറിയൽ പബ്ലിഷേഴ്സ്. അത് അക്കാഡമിക് ബുക്സ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് കുഞ്ഞിലെ തൊട്ടേ ഈ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്കൊന്ന് ഞാൻ ചിലപ്പോൾ IAS മറ്റിലെന്തെങ്കിലും പോയാലും നമ്മുടെ ഒരു ഫീൽഡ്, ഏറ്റവും കോർ ഫീൽഡായിട്ട് എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ എന്നും വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. എൻ്റെ അമ്മ ഗവൺമെന്റ് സർവീസിലായിരുന്നു, സ്റ്റേറ്റ് സർവീസിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് റിട്ടയർ ചെയ്യുന്നത്. എൻ്റെ അനിയത്തി ഡോക്ടറാണ്, PG ഒക്കെ കഴിഞ്ഞ അനസ്തേഷ്യ. ഷീ ഈസ് വർക്കിംഗ് ഇൻ ഡൽഹി. പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇനി സർവീസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? സർവീസിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്ത് നമ്മൾ പറ്റുമെങ്കിൽ കുറച്ച് വ്യക്തികളോട് സംസാരിച്ച് സർവീസിനെ പറ്റി മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്കിത് സ്യൂട്ടബിൾ ആകും, എനിക്ക് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ ഇന്റേണലൈസ് ചെയ്യണം. തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു കരിയർ ചോയ്സ് ആണ്. നമുക്ക് സൊസൈറ്റിയിൽ ഒരുപാട് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കരിയർ ചോയ്സ് നമുക്ക് ഒരുപാട് ഒരു റെസ്പെക്റ്റും പ്രിവിലേജും എല്ലാം തരും. പക്ഷേ ഐ ഡു ഫീൽ ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എവ്രി വൺ. നമുക്ക് അതിനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ട്രൂലി സാറ്റിസ്ഫൈഡ് ആകുള്ളൂ സർവീസിൽ. അപ്പൊ അതൊരു റിയലൈസേഷൻ ഫാക്ടർ തന്നെയാണ്. അങ്ങനെ നമുക്ക് എപ്പോഴെങ്കിലും തോന്നുവാണെങ്കിൽ നമ്മൾ ആ ബോൾഡ് സ്റ്റെപ്പ് എടുക്കണം. പിന്നെ ഡിസിപ്ലിൻ തീർച്ചയായിട്ടും ഇതിന് ആവശ്യമാണ്. കാരണം എല്ലാ ദിവസവും ഇന്നവേ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തീർച്ചയായിട്ടും ബ്രേക്ക് എടുക്കും, പക്ഷെ എല്ലാ ദിവസത്തെയും ന്യൂസ് പേപ്പർ നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു. കഴിവതും നോട്ട് ഉണ്ടാക്കണം. ജനറലി നമ്മൾ വി ഷുഡ് ബി ഓപ്പൺ ടു എവറിത്തിങ്. നമ്മൾ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, അഡാപ്റ്റബിൾ ആയിരിക്കണം. അപ്പോൾ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് ശരിക്കും കരിയറിനെയും ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് എ മോൾഡിംഗ് പ്രോസസ്. ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസറും നിലവിലെ ട്രിവാൻഡ്രം റീജിയണൽ പാസ്പോർട്ട് ഓഫീസറുമായ ജീവ മരിയ ജോയുമായി തേജസ്വിനി നായർ നടത്തിയ അഭിമുഖമാണ്. ഇന്നത്തെ യുവവാണി ഇവിടെ അവസാനിക്കുന്നു. യുവവാണി സമാപിക്കുന്നു.